ഞാൻ ഇന്ന് വന്നത് ഓണപരിപാടി ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണപരിപാടിൻ്റെയാണ്. ഞാൻ കണ്ണൂരിൽ നിന്നാണുള്ളത്. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത് ഓണത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ കാസർഗോഡ് ഓണം പരിപാടി അങ്ങനെയൊന്നും ആഘോഷിക്കുന്നില്ല. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം. ഓണത്തിന് പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ സദ്യ കഴിക്കാൻ പോവാം നമുക്ക്. മറിയെന്തിനാ ഇതിനെ കുറച്ച് വയ്ക്കുന്നു മതി. പഴമൊക്കെ ഇതാക്കി പപ്പടമൊക്കെ പൊളിച്ചിട്ട് ഇങ്ങനെ കഴിക്കണം ആദ്യം, പിന്നെ ഞാൻ സദ്യ കഴിക്കേണ്ടത്. അങ്ങനെ ഇവർ പറഞ്ഞത്. നമുക്ക് നോക്കാം, കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അത് അടാറായിട്ടാണ്. ഇനി നമുക്ക് സദ്യ കഴിക്കാൻ പോവാം. അങ്ങനെ നമുക്ക് ബീട്രൂട്ടെല്ലാം മാറ്റി വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങാം. ബീട്രൂട്ടല്ല, മറ്റേ എന്ത് സാധനമുണ്ട്, ആ മുരിങ്ങക്കും മാറ്റി വെച്ച് കഴിക്കാൻ തുടങ്ങാം. അപ്പോൾ ഫുഡൊക്കെ ഫുഡല്ല സദ്യയൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരായിട്ട് പിന്നെ ഈ പിള്ളേരുമായിട്ട് കാർട്ടൂൺ കാണുകയാണ്. കാർട്ടൂൺ കാണിക്കാം. അപ്പോൾ കുട്ടികളോടൊപ്പം ഇതെല്ലാം കഴിഞ്ഞ് കാർട്ടൂണൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ പയ്യാമ്പലം ബീച്ചിലേക്ക് ഇറങ്ങി ഇങ്ങനെ വെറുതെ ഒന്ന് ആസ്വദിക്കാൻ അത് തന്നെ അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഉച്ചക്കാ വന്നത്. ഉച്ചക്കിപ്പോൾ ഒരു സമയം ഒരു 4 മണിയാ, ഉച്ചയല്ല 4 മണിയാവാനായി, വൈകുന്നേരം 4 മണിയാവാനായി. അപ്പോൾ ഗൈസ് എന്താ വെച്ചാൽ പയ്യാമ്പലം ബീച്ചിലെത്തി. അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്, ഇന്ന് തിരുവോണാണോ അല്ല ബംഗാളികളുടെ ഡേ ആണോ എന്ന്. ഫുള്ള് നോക്കിയാൽ ബംഗാളികൾ. അപ്പം അവർക്കും വരണ്ടേ. കഴിഞ്ഞ എന്തെങ്കിലും കിട്ടിയാ? എന്ത് തിരമാല മൂടിയാ? ജേഴ്സി ഒക്കെ ഇട്ടിട്ടുണ്ട്. ആരുടെ ഫാനാ? മെസ്സി ഓർ റൊണാൾഡോ? റൊണാൾഡോ ഫുൾ സീനല്ലേ? റൊണാൾഡോ സെലിബ്രേഷൻ കാണിച്ചു തരോ? എണീക്ക്. അപ്പൊ ഗൈസ് ഓണപരിപാടി എല്ലാം കഴിഞ്ഞ് ഓണസദ്യ എല്ലാം കഴിഞ്ഞ് പിന്നെ ട്രെയിന് കിട്ടാണ്ട് ഞാൻ ഓടിച്ചാടി വന്നിട്ട് ട്രെയിനിലേക്ക് കയറി. ടിക്കറ്റ് പോലും എടുത്തില്ല. പിന്നെ ടിക്കറ്റിന് എടുത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യണം. പിന്നെന്താ വെച്ചാല് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം.